ചെറുപയർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ. ചെറുപയർ കൊണ്ട് നമ്മളിപ്പോൾ എന്നും കഴിക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണ് സുഖിയൻ. ഇന്ന് നമുക്ക് വളരെ രുചികരമായ രീതിയിൽ സുഖിയൻ എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഐ എം ലക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. സുഖിയൻ ഉണ്ടാക്കാൻ 2 കപ്പ് ചെറുപയർ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അല്പസമയം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ചെറുപയർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചെറുപയറിന് വളരെ സ്വാദോടു കൂടി കഴിക്കാനായിട്ട് നമ്മുടെ സുഖിയൻ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഒന്ന് സോക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുപയറിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ 2-3 വിസിൽ അത്രയും മതിയാവും. കൂടുതൽ വെന്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പാകമാകുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ കൂടുതൽ ലൂസായി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് സുഖിയനിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ഏലക്കയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു ചെറിയ പീസ് ചുക്കും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. ഇത് എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായി ഒരു പാനിൽ ശർക്കരയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് നമുക്ക് ഈ ശർക്കരേനെ ഉരുക്കിയെടുക്കാം കേട്ടോ. 5 വെള്ളം ശർക്കരയാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ ഉപയോഗിക്കുന്നത്. വെന്ത് പാകമായിട്ടുള്ള ചെറുപയറിലേക്ക് ഈ ഉരുകി വന്നിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കാം. ശർക്കരയിൽ അല്പം കരടൊക്കെ ഉണ്ടാവും, അത് കളയുന്നതിന് വേണ്ടിയിട്ട് അരിച്ച് തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ചുക്ക്, ജീരകപ്പൊടി ഉണ്ടല്ലോ, ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് അല്പം അവലാണ്. 1 കപ്പ് അവലാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മട്ട അവലാണ് ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ല പാകത്തിനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചുരുകിയത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്പനേരം നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. അല്പം ചൂടാറി കഴിഞ്ഞാൽ ചെറുപയർ മിക്സ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. എല്ലാം ഇതുപോലെ ഉരുളകളാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ എടുക്കാം. അതിലേക്ക് ഈ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നേരത്തെ ചേർക്കാതിരിക്കുന്നതാണ്. സുഖിയൻ ഉണ്ടാക്കാനുള്ള സമയമാകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ അരിപ്പൊടി ചേർക്കുന്നത്. ഒരു ക്രിസ്പി ഫീലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സുഖിയൻ ഫ്രൈ ചെയ്തെടുക്കാം. സുഖിയൻ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു കടായിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സുഖിയൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ വെളിച്ചെണ്ണ ഈ സമയം നമ്മൾ കടായിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ സുഖിയൻ ബോൾസ് നമ്മൾ അതിൽ നിന്ന് ഓരോന്നെടുത്ത് ബാറ്ററിൽ നല്ലതുപോലെ മുക്കിയെടുത്തതിന് ശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡിയായി. ഈ രീതിയിൽ സുഖിയൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചെറുപയറിൻ്റെ വിഭവം നിങ്ങളെല്ലാവരും നല്ലതുപോലെ ആസ്വദിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്